ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെർനിയർ കാലിപ്പറാണ്. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പോളി ഒക്കെ പഠിച്ചവർക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാമായിരിക്കും. പക്ഷേ ഞാൻ ആ ഒരു തരത്തിലുള്ള രീതിയിലല്ല ഈ ഒരു ടൂളിനെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു DIY ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുന്നവർക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിൽ ഇതിനെ ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മളതിനകത്ത് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിജിറ്റൽ ടൈപ്പാണ്, ഡിജിറ്റൽ വെർനിയർ കാലിപ്പറാണ്. ഇത് 6 ഇഞ്ച് അല്ലെങ്കിൽ 150 മില്ലിമീറ്ററിൻ്റെ ഒരെണ്ണമാണ്. ഇത് 15 സെൻറ്റിമീറ്ററിൻ്റെ അതുപോലെ തന്നെ ഉള്ള ഒരെണ്ണമാണിത്. ഇത് 12.5 സെൻറ്റിമീറ്ററിൻ്റെ 5 ഇഞ്ചിൻ്റെയാണ്. നോർമൽ സാധാ ഉള്ള ടൈപ്പ്, ഡിജിറ്റൽ അല്ലാത്ത മാനുവലി നമ്മൾ മെഷർമെൻറ്റ് നോക്കി എടുക്കേണ്ട തരം സാധനമാണ്. സെയിം ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് തമ്മിൽ ഇതിനകത്ത് 4 തരത്തിൽ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. ഇതിനകത്ത് എന്നാൽ 3 തരത്തിലേ ഉള്ളൂ. ഇതിനകത്ത് ഇവിടെ ഒരു ഇതിൻ്റെ ഒരു സൈഡിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. പക്ഷേ ഇതിനകത്ത് അതില്ല. ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇതിൻ്റെ റീഡിംഗ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അതിന് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുണ്ടാവണം. അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ സ്കെയിൽ എന്ന് പറയുന്ന ഈ സ്കെയിലും ഇവിടെ സെൻറ്റിമീറ്ററും ഇവിടെ ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കട്ടിങ്ങുകളുണ്ട്. ഇത് വെർനിയർ സ്കെയിലാണ്. ആ വെർനിയർ സ്കെയിലിൻ്റെ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഫസ്റ്റ് കട്ടിങ് 0യും ബാക്കിയുള്ളത് 1 2 3 4. ഇപ്പോൾ സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10 ഡിവിഷനുണ്ട്. അങ്ങനെ മൊത്തം 11 വരകളുണ്ട്. ഇവിടുത്തെ ഇഞ്ചിലാണെങ്കിൽ 9 കട്ടിങ്ങുകളുണ്ട്. അതിൽ ഫസ്റ്റ് 0യും ബാക്കിയുള്ളതൊക്കെ ഓരോന്നും. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ഇഞ്ചാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ 1 ഇഞ്ചിന് അപ്പുറത്ത് വരുന്ന ഓരോ കട്ടിങ്ങും അത് ഈ 0 എവിടെ നിൽക്കുന്ന, അതായത് ഫസ്റ്റ് മാർക്കിങ് എവിടെ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് അത് 1 ഇഞ്ചെന്ന് കൂട്ടുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കട്ടിങ്ങുകളിൽ ഏതാണോ വേറെ ഒരു ലൈനുമായിട്ട് കൃത്യമായിട്ട് മാച്ചാവുന്നത് അത് ഏത് ലൈനിനാണ് നോക്കിയിട്ട് അതിനെ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് അത് ചെയ്യുന്നത്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഡിജിറ്റലിൻ്റെ ഇതിലാണ്. ഇതിപ്പോൾ ഡിജിറ്റലാണെങ്കിൽ നമുക്കിതിനകത്ത് കാലിബ്രേഷൻ്റെ ആവശ്യമുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ കറക്റ്റ് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. അവിടെ സ്കെയിലിലും 0 തന്നെ ആയിരിക്കും. ഇതാണെങ്കിൽ നമുക്കത് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഇവിടെ ഇപ്പം 0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ അത് മൈനസായിട്ട് വരും. അപ്പോൾ നമുക്കത് ഏത് പൊസിഷനും നമുക്ക് 0 ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അത് കാലിബ്രേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ഇവിടെ മൈനസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് അടുപ്പിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയോ. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കിത് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. ഇതിലൊക്കെ സെയിം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെച്ചിട്ട് ആണ് നമ്മൾ കൂടുതലും എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് പറയുന്നത്. ഇതിൻ്റെ അളവുകൾ നമുക്ക് ഈ 2 ജോ, അതായത് ഇൻറ്റേർണൽ ഏതിൻ്റെയെങ്കിലും റൗണ്ടിലുള്ളൊരു സാധനത്തിൻ്റെ ഔട്ടർ ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ 2 ജോ, ഈ 2 ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് ഇത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ അളവ്. ആ ഒരു ഡയമീറ്റർ ഇതിൻ്റെ തമ്മിലുള്ള ഈ അളവ് കിട്ടുന്നത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴാണ്. അതേസമയം ഇതിൻ്റെ ഉള്ളിലെ അളവ് എടുക്കാനാണെങ്കിൽ ഈ ജോ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പുറത്തോട്ട് വലിച്ചകത്ത് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ അളവ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്തെ ഒരു മെഷർമെൻറ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇവിടെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു നീളത്തിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. അതിങ്ങനെയും എടുക്കാം. അത് തന്നെയായിരിക്കും നമുക്ക് ഇവിടുന്ന് എടുക്കുന്നത്. അത് ചില സാഹചര്യത്തിൽ നമുക്ക് ഇത് വെച്ചിട്ട് അളക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വലിച്ചു വെച്ചിട്ട് ഇത് എവിടെയാണ് പൊസിഷൻ അവിടെ കൊണ്ട് മുട്ടിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ കറക്റ്റ്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ്, ഇപ്പോൾ ഈ ഒരു സാധനത്തിന് തന്നെയാണെങ്കിൽ അതിൻ്റെ ഡെപ്ത് അളക്കാനാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് വലിച്ചു വെച്ചിട്ട് ഇവിടെ ഒരു സാധനം പുറത്തോട്ട് വരും. നമ്മൾ ഈ മൂവ് ചെയ്യുന്ന ജോ മുന്നോട്ടും പുറകോട്ടും ആക്കുന്നതിനനുസരിച്ച് ഈ ഒരു പുറകോട്ടും കൂടി വരുന്ന സാധനം തള്ളി വരുന്നതാണ്. ഇത് ഡെപ്ത് അളക്കുന്നതാണ്. ഇത് ഇൻറ്റേർണലും ഇത് ഔട്ടർ അളക്കാനും ഇത് ഒരു സൈഡിലേക്കുള്ള ഒരു അളക്കാൻ വേണ്ടിയിട്ട്, നീളം അളക്കാൻ വേണ്ടിയിട്ടും ഇത് ഡെപ്ത് അളക്കാൻ വേണ്ടിയിട്ടും. അപ്പം ഇത് നമ്മളിത് വലിച്ചു വെച്ചിട്ട് കറക്റ്റായിട്ട് തള്ളിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു മെഷർമെൻറ്റ് കിട്ടും. അത് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് എടുക്കുന്നതല്ല, എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. നമുക്കൊരു 2 ഇഞ്ച് എടുത്ത് നോക്കാം. ഇതിപ്പോൾ ഇവിടെ 2 സ്കെയിൽ അവൈലബിൾ ആണ്, ഇഞ്ചും മില്ലിമീറ്ററും അവൈലബിൾ ആണ്. നമുക്കത് ഇഞ്ചിലേക്ക് മാറ്റി നോക്കാം. എന്നിട്ടത് ഇപ്പോൾ 2-ലാണുള്ളത്, 2 ഇഞ്ച്. നമുക്ക് സ്കെയിലിൽ നോക്കുമ്പോഴും ഈ 2 കറക്റ്റായിട്ട് 2 ഇഞ്ച് തന്നെയാണ്. ഇതേ അളവ് തന്നെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജോയുടെ പുറത്തുള്ളത്. ഇത് ഉള്ളിലത്തെ അളവാണെങ്കിൽ ഇതിൻ്റെ പുറത്തുള്ള അളവാണ് ഈ 2 ഇഞ്ച് വരുന്നത്. അതായത് ഇവിടെ ഇതിൻ്റെയും കൂടെ ഉള്ളിലുള്ളത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ടുള്ള
ഇതിൻ്റെ ഈ 2 ഇഞ്ച് ആയിരിക്കും അളവ്. അതേപോലെ തന്നെയാണ് ഇത് ഇങ്ങനെ ഇവിടെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള എഡ്ജ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ അതും കൃത്യം 2 ഇഞ്ച് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഡെപ്തും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഇത് കറക്റ്റായിട്ട് 2 ഇഞ്ച് തന്നെയാണ്. ഇങ്ങനെ ഈ 4 മെഷർമെൻറ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് DIY ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. ഇതുപോലെ ഒരു അലൻകിയുടെ നമുക്കത് എത്ര mm ആണെന്ന് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ അറിയാനായിട്ട് സ്കെയിൽ എടുത്ത് വെച്ചുള്ള അളക്കലൊന്നും നടക്കത്തില്ല. അപ്പം പെട്ടെന്ന് നോക്കാനാണെങ്കിൽ ഇത് 5.5 mm ആണ്, ഇത് 6 mm ആണ്. അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അളന്നെടുക്കാൻ പറ്റും. ഇത് 5 mm ആണ്. അങ്ങനെ ഓരോ ചെറുത് വരെ അളന്നെടുക്കാൻ പറ്റും നമുക്ക്. ഇത് 1.5 mm ആണ്. ഇതിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് mm-ലാണെങ്കിൽ 1 മില്ലിമീറ്ററിൻ്റെ 10 ഭാഗിക്കുന്ന അത്രയും വരെ നമുക്ക് അളന്നെടുക്കാൻ പറ്റും. അതായത് 0.1 വരെ. ഇഞ്ചിലാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചിന് 100-ൽ-1 ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെയുള്ള ഫിറ്റിങ്സിൻ്റെയൊക്കെ ഉള്ളിലത്തെ അളവറിയാൻ, അതുപോലെ അതിൻ്റെ പുറത്തെ അളവറിയാൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ ഈ ഹോസിൻ്റെ കണക്ഷൻ്റെ അളവറിയാൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ നീളം ഒക്കെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഇത് നമുക്ക് സ്കെയിലിൽ അളക്കുക അല്ലെങ്കിൽ ടേപ്പിൽ അളക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കത്തില്ല. ഇപ്പം ഡെപ്ത് അറിയാൻ ഇപ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഡെപ്ത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഇത് വലിച്ചു വെച്ചിട്ട് ഇതിങ്ങനെ താത്തിയിട്ട് ആ റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. ഇതിപ്പോൾ ഇഞ്ചിലാണ് 10 mm ആയിരിക്കും അതിൻ്റെ ഇത് വരുന്നത്. അല്ലെങ്കിൽ 10 mm ഇത് ചെയ്ത് കഴിയുമ്പോൾ 9.7 mm അതാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് റൗണ്ടിലുള്ള സാധനങ്ങളുടെ ഒക്കെ ഈ നട്ട് ബോൾട്ടിൻ്റെയൊക്കെ മെഷർമെൻറ്റ് കൃത്യമായിട്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് സംബന്ധിച്ചിടത്തോളം ഇത് 13 mm ആണ്. അങ്ങനെ ഓരോന്നിൻ്റെയും ഇതിപ്പം ഈ നട്ട് വന്നിട്ട് 15 mm ആണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിയും കണ്ടും മനസ്സിലാക്കാൻ പറ്റും. തിക്നെസ് മനസ്സിലാക്കാനും അതുപോലെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഡ്രിൽ ബിറ്റ്സിൻ്റെ സൈസുകൾ അത്രയും പെട്ടെന്ന് ഇതിപ്പോൾ നമ്മൾ ഇതിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളതൊന്ന് നോക്കി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിറ്റാണെങ്കിൽ ഇവിടെയൊന്നും കണ്ട് മനസ്സിലാക്കുന്നത് എളുപ്പമല്ല. പക്ഷേ നമുക്ക് ഹോൾ ഏതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പെട്ടെന്ന് തപ്പിയെടുക്കാൻ അത് ചെറിയതാണെങ്കിലും ഒക്കെ. ഇപ്പോൾ 2.3 mm അത് സ്റ്റാൻഡേർഡ് സൈസസ് ഡ്രില്ലായതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇത് 3 mm, ഇത് 10 mm, ഇത് 8 mm. അങ്ങനെ നമുക്ക് ഇത് നട്ട് ബോൾട്ടുകൾ അതുപോലെ സ്റ്റഡ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് നമുക്കത് പെട്ടെന്ന് നോക്കിയിട്ട് ഇതിപ്പോൾ 60 mm സ്റ്റഡാണ്. അതിൽ ചെറിയ മില്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ മെഷീനിങ്ങിൻ്റെ കുറവ് വന്നിട്ടുണ്ടാവും. അതുപോലെ ഈ നട്ടിൻ്റെ സൈസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റും. അതുപോലെയുള്ള ഇങ്ങനെയുള്ള സോക്കറ്റിൻ്റെ സൈസൊക്കെ പെട്ടെന്ന് അറിയണമെങ്കിൽ 10 mm ഒക്കെ നമുക്കതറിയാൻ പറ്റും. അതുപോലെ ബെയറിംഗ് ഒക്കെ മാറേണ്ടി വരുമ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്ററും എക്സ്റ്റേണൽ ഡയമീറ്ററും ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ സ്കെയിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ 17 mm ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ. അതുപോലെ എക്സ്റ്റേണൽ കണ്ടുപിടിക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ 40 mm ഔട്ടർ ഡയമീറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടി എത്രയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു അളവ് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് 12 mm ആണ്. അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സ്ക്രൂവിൻ്റെ സൈസ്, ഇതുപോലെയുള്ള ഗ്രീസ് നിപ്പിളിൻ്റെ സൈസ്, അതിൻ്റെ ത്രെഡിൻ്റെ സൈസ് അല്ലെങ്കിൽ ഈ ഭാഗത്തിൻ്റെ സൈസൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാം. പിന്നെ അതുപോലെ വേറൊരു ഗുണമാണ് ഇതുപോലെയുള്ള 2 ഹോളിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഡ്രിൽ ചെയ്യാനായിട്ടുള്ള എളുപ്പം. അപ്പം ഇതിൻ്റെ ഔട്ടർ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തമ്മിലുള്ള അളവെന്ന് പറയുന്നത് 32 mm ആണ്. 32 mm വന്നു കഴിയുമ്പോൾ 32 mm ആണ്. ഈ 32 mm തമ്മിൽ നമുക്ക് ഇത് വെക്കാതെ തന്നെ ഒരു ഹോൾ ഡ്രിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 32ൽ നിന്ന് ഈ ഒരെണ്ണത്തിൻ്റെ എത്ര വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു 5 mm ഡ്രില്ല് ഹോൾ വരുന്നുണ്ട്. 5 mm പകുതി ഒരിടത്തു നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 10 mm രണ്ടിടത്തും കൂടെ എക്സ്ട്രാ, അതായത് ഇത് ഹോൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് നടുക്ക് വരുമ്പോഴത്തേക്കും ഒരിടത്ത് 2.5 mm, അതായത് 5 mm ഇത് തമ്മിൽ നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ട പോയിന്റുകൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ 32.5 ആണ്. അപ്പോൾ നമുക്കതൊരു 5 mm കുറച്ച് കഴിഞ്ഞാൽ 27.5-ൽ 2 മാർക്ക് ചെയ്തിട്ട് അവിടെ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോൾ കറക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കറക്റ്റ് ഇങ്ങോട്ടുള്ള അളവും കൂടെയൊക്കെ എടുത്തിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഉപകാരങ്ങളുണ്ട്. പിന്നെ തിക്നെസ് അറിയാൻ, അതാണ് ഏറ്റവും നമുക്ക് വേറൊരു നല്ല ഗുണമുള്ളത്. ഇതുപോലെയുള്ള ചെറിയ കട്ടി കുറഞ്ഞ സാധനങ്ങളാണെങ്കിൽ ഇതിപ്പോൾ 0.6 mm ആണ്. അതുപോലെ ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള കട്ടി കുറഞ്ഞ സാധനത്തിൻ്റെയൊക്കെ ആണെങ്കിലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതും 0.6 mm ആണ്. അതുപോലെ കുറച്ചുകൂടെ കട്ടിയുള്ള ഷീറ്റുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ കട്ടി അറിയാനും 1.2 mm ഷീറ്റാണ്. അതിലും കട്ടി കുറഞ്ഞ ഷീറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ 0.3 mm ആണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് DIY ചെയ്യുമ്പോൾ ഇതൊരു വളരെ ഉപകാരപ്രദമായ ഒരു സാധനം തന്നെയാണ്. ഉള്ളിലത്തേതും ഡെപ്തും അപ്പോൾ നമുക്ക് അളന്ന് പെട്ടെന്ന്
നമുക്കത് ചെയ്യാൻ പറ്റും. ഇതും നമുക്ക് ഈ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇത് വെച്ചിട്ട്, പണ്ടത്തെ കാലത്തെല്ലാം ഇത് വെച്ച് തന്നെയായിരുന്നു ഇങ്ങനെ ഓരോന്നും നോക്കി അളന്നെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഡിജിറ്റൽ വന്നതുകൊണ്ട് തന്നെ വളരെ ഉപകാരമായതുകൊണ്ട് നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നത്, ഇതിൻ്റെ ഈ ജോസ് വരുന്നത് കാർബൺ ഫൈബറാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ വരയ്ക്കാനൊന്നും പറ്റില്ല. വരച്ച് കഴിഞ്ഞാൽ അത് തേഞ്ഞ് പോകും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക്, അതുപോലെ തന്നെ ഇതിന് ലോക്കില്ല. നമ്മളിത് അളന്നെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് അങ്ങോട്ടും മാറിപ്പോകും. ഇതിനാണെങ്കിൽ നമുക്കിതിനെ ലോക്ക് ചെയ്ത് ആ ഒരു പൊസിഷനിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇതുപോലൊരു കറക്റ്റ് ഇതിൽ വരയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കണമെങ്കിലോ ഒക്കെ നമുക്കത് പെട്ടെന്ന് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റലിൻ്റെ കൂടെ ഞാനിതിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കതിന് ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു കർവിൽ തന്നെ അതേ ഇതിൽ തന്നെ ഒരു കർവ് പോലെ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് അളവെടുത്തിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതിവിടെ കൊണ്ട് തന്നെ വരയ്ക്കും. ഇത് മെറ്റലായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ജോ കൊണ്ട് തന്നെ നമുക്കതിനെ വരച്ച് മാർക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ. അതുപോലെ നമുക്ക് ഡെപ്ത്ത്, ഇതിപ്പോൾ ഒരു ഡ്രിൽ ബിറ്റ് അടിച്ചതിൻ്റെ ഈ ഒരു ഡെപ്ത്ത് അളക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചു വെച്ചിട്ട് അതിലോട്ട് ഇറക്കി വെച്ചിട്ട് കംപ്ലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 53.3 53.3 mm ആണ് അതിൻ്റെ ഡെപ്ത്ത് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങേണ്ട സ്ക്രൂ അല്ലെങ്കിൽ ബോൾട്ട് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് എത്ര ഇളങ്ങും എന്നുള്ളത് നമുക്ക് അളന്നെടുത്തിട്ട് അതിനകത്തോട്ട് കറക്റ്റായിട്ട് ഇറങ്ങേണ്ടത് അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടതാണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങൾക്ക് ഡെപ്ത്ത് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇതിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേറെ വലിയ ഉപയോഗം എന്ന് പറയുന്നത് ടയറിൻ്റെ ഗ്രിപ്പ് എത്ര ബാക്കിയുണ്ട് അല്ലെങ്കിൽ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ അറിയാനും ഇതുകൊണ്ട് പറ്റും. അത് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് വലിച്ചു വെച്ചിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ സൈഡിലേയും കൃത്യമായിട്ട് അളവെടുത്ത് കഴിഞ്ഞാൽ 0.1 mm ഗ്യാപ്പിൽ നമുക്കത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കത് അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർത്ത് മാറ്റി പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വയറിൻ്റെയൊക്കെ സൈസ് അറിയണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഔട്ടറാണ്, അതിൻ്റെ ഇന്നറും കൂടെ നമുക്ക് അതുപോലെ തന്നെ സ്ട്രിപ്പ് ചെയ്തിട്ട് അതൊക്കെ നോക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് അളവുകൾ, എല്ലാത്തിൻ്റെ വളരെ കൃത്യമായ അളവെടുക്കാൻ ഈ ഒരു 6 ഇഞ്ചിൻ്റെ പരിധിയിൽ വരുന്ന 0.1 mm വരെയുള്ള കൃത്യതയോടുകൂടി അളന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത്. ടയറിൻ്റെ ഡെപ്ത് അളക്കാൻ ജസ്റ്റ് അതിൻ്റെ വലിച്ചു വെച്ചിട്ട് ഓരോ സൈഡിൽ നിന്നുള്ളതും എത്ര ബാക്കിയുണ്ടെന്നുള്ളത് ജസ്റ്റ് വലിച്ചു വെച്ചിട്ട് അതിൻ്റെ ഡെപ്ത് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് അളന്നെടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതിയാവും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.